നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് യുണൈറ്റഡ് ആഷ്ഫോർഡ് നടത്തുന്ന പൗലോസ് ചക്കാലക്കൽ മെമ്മോറിയൽ ഓൾ UK വടംവലി മത്സരം മെയ് 18-ന്. ഈ സീസണിലെ ആദ്യത്തെ വടംവലി മത്സരമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു. UKയിലെ കരുത്തന്മാരുടെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഓരോ മലയാളിയും ദ നോർത്ത് സ്കൂൾ SLR റോഡിലേക്ക് സംഘാടകർ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മത്സര വിജയികൾക്ക് ഏറ്റവും മികച്ച സമ്മാനത്തുകയും അതോടൊപ്പം തന്നെ കാണികൾക്ക് ആസ്വദിക്കുന്നതിനായി നാടൻ ഭക്ഷണവും ലഭ്യമാണ്. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനമായി 1001 പൗണ്ടും രണ്ടാം സമ്മാനമായി 501 പൗണ്ടും 3, 4, 5 സ്ഥാനക്കാർക്കായി 251 പൗണ്ട്, 151 പൗണ്ട്, 101 പൗണ്ട് സമ്മാനമായി നൽകുന്നതാണ്. വടംവലി മത്സരത്തിന്റെ മുഖ്യ സ്പോൺസർമാർ ജോയ് പോൾ ആൻഡ് ഫാമിലിയും ക്യൂ മലയാളം UK ന്യൂസുമാണ്. ഇംഗ്ലണ്ടിൽ മരുന്നുകളുടെ ഷോർട്ടേജ് വളരെയധികം വർദ്ധിച്ചതായി ഫാർമസിസ്റ്റുകൾ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മരുന്ന് ഷോർട്ടേജ് രോഗികളുടെ ജീവനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളതായി ഫാർമസിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ രോഗികൾ മരുന്നിനായി വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നും നൽകാൻ സാധിക്കുന്നില്ലെന്നും അവർക്ക് മരുന്നുകളായി പിന്നീട് വരാൻ ആവശ്യപ്പെട്ടുള്ള ഒരു ചീട്ട് എഴുതി നൽകുന്നതും ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഫാർമസിസ്റ്റുകൾ പറയുന്നു. കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ടാണ് ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അഡ്ലിനൻ ആന്റിബയോട്ടിക്കുകൾ ആയിരുന്നു ദൗർലഭ്യമെങ്കിൽ ഡയബറ്റിക്, ADHD, എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങളുടെ മരുന്നുകളാണ് ഷോർട്ടേജ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. മരുന്നുകൾക്ക് ഷോർട്ടേജ് വരുമ്പോൾ പലപ്പോഴും രോഗികൾ അവരുടെ ദേഷ്യം ഫാർമസിസ്റ്റുകളോടാണ് പ്രകടിപ്പിക്കുന്നതെന്നും ഫാർമസിസ്റ്റുകൾ പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ റദ്ദാക്കി. ആഭ്യന്തരവും രാജ്യാന്തരവുമായി 360 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. ഇതിൽ പകുതിയോളം സർവീസുകൾ ഏതാനും ദിവസങ്ങൾ കൂടി മുടങ്ങുമെന്നാണ് വിവരം. ഇന്നലെ 90-ലേറെ സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരത്തും കണ്ണൂരിലും 5 വീതം സർവീസുകളും കരിപ്പൂരിൽ 12 സർവീസുകളുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ അപ്രഖ്യാപിത പണിമുടക്ക് കാരണം കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുള്ള നൂറുകണക്കിന് വിമാനങ്ങളാണ് അവസാന നിമിഷത്തിൽ റദ്ദാക്കിയത്. ജീവനക്കാരുടെ പണിമുടക്ക് മൂലം യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ ഗൗരവപൂർവമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികാരികൾ നടത്തണമെന്നും പകരം സംവിധാനം ഉൾപ്പെടെ പ്രവാസികൾക്ക് ആശ്വാസകരമായ നിലപാടുകൾ സ്വീകരിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും മസ്കറ്റ് KMCC ആവശ്യപ്പെട്ടു. UKയിലെ പലിശ നിരക്ക് 16 വർഷത്തെ ഉയർന്ന നിരക്കിൽ തുടരാൻ സാധ്യത. പലിശ നിരക്ക് തീരുമാനത്തിനൊപ്പം പണപ്പെരുപ്പത്തിനും UK സമ്പദ് വ്യവസ്ഥയ്ക്കും എന്ത് സംഭവിക്കുമെന്ന് കണക്കാക്കുന്ന ഏറ്റവും പുതിയ പ്രവചനവും ബാങ്ക് പുറത്തിറക്കും. വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടർച്ചയായ 6ാം തവണയും പലിശ നിരക്ക് 5.25% നിലനിർത്തുമെന്നാണ് കരുതുന്നത്. നിലവിലെ 16 വർഷത്തെ ഉയർന്ന നിരക്ക് നിലനിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും വേനൽക്കാലത്ത് ബാങ്ക് ആദ്യമായി നിരക്കുകൾ കുറയ്ക്കുമെന്ന് മിക്കവരും പ്രതീക്ഷിക്കുന്നു. പുതിയ ഗാർബേജ് കളക്ഷൻ നിയമങ്ങൾ പ്രകാരം പുനരുപയോഗിക്കാവുന്നവ ഒരു ബിന്നിൽ നിന്ന് പോകാമെന്ന് സർക്കാർ. പുതിയ നിയമങ്ങൾ പ്രകാരം പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, പേപ്പർ, കാർഡ് എന്നിവ ഒരു ബിന്നിൽ ആളുകൾക്ക് നിക്ഷേപിക്കാം. കൗൺസിലുകൾക്ക് ഫുഡും ഗാർഡൻ വേസ്റ്റും ഒരുമിച്ച് ശേഖരിക്കാൻ കഴിയും. ഫ്ളാറ്റുകൾ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലെ എല്ലാ വീടുകൾക്കും പദ്ധതി ബാധകമാകുന്നുവെന്ന് ഡെഫ്ര പറഞ്ഞു. ആശുപത്രികൾ, യൂണിവേഴ്സിറ്റികൾ, ആരാധനാലയങ്ങൾ, ചാരിറ്റി ഷോപ്പുകൾ, ഹോസ്റ്റലുകൾ എന്നിവ ഉൾപ്പെടെ ഗാർഹികമല്ലാത്ത മുനിസിപ്പൽ പരിസരങ്ങളിലും സമാനമായ നടപടികൾ ബാധകമാകും. ഈ വാരാന്ത്യത്തിൽ M25-ന്റെ ഒരു ഭാഗം അടച്ചിടുന്നു. മെയ് 10 വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ മെയ് 13 തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ സറയിലെ ജംഗ്ഷൻ 9 ലെതർഹെഡിനും ജംഗ്ഷൻ 10 A3-ക്കും ഇടയിൽ 2 ദിശകളിലേക്കും M25 അടച്ചിരിക്കും. വഴി തിരിച്ചുവിടുന്ന റൂട്ടുകൾ സറയിൽ നിന്ന് ലണ്ടനിലെ ഉലെസ് ചാർജ് സോണുകളിലേക്ക് കടന്നാൽ റോഡുകളിൽ 19 മൈൽ സ്പീഡുകൾ മാത്രമേ കാറുകൾക്ക് പോകാനാകൂ. എന്നാൽ വാഹനങ്ങൾ മിനിമം എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ പ്രതിദിനം 12.50 പൗണ്ട് ഉലെസ് ഫീസിന് ബാധ്യസ്ഥനാകുമെന്ന് ദേശീയപാത അറിയിച്ചു. 14 ദിവസത്തിനുള്ളിൽ ഫൈനുകൾ അടച്ചാൽ 180 പൗണ്ട് എന്നത് 90 പൗണ്ടായി കുറയ്ക്കാം. ഗ്രിമേത്തോർപ്പിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് 100-ലധികം വീടുകൾ ഒഴിപ്പിച്ചു. പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെയും വീടിന്റെയും ഉള്ളിലാണ് സംശയാസ്പദമായ രീതിയിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. ബ്രെയർലി റോഡിലാണ് വസ്തുക്കൾ കണ്ടെടുത്തത്. പ്രദേശത്തിന് 100 മീറ്റർ ചുറ്റളവിൽ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ടെന്ന് സൗത്ത് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. സംഭവത്തോട് ബന്ധപ്പെട്ട് 58-57 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനെയും സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീടുകളിൽ നിന്ന് താൽക്കാലികമായി ഒഴിപ്പിച്ചവർക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമില്ല എങ്കിൽ തങ്ങുന്നതിനായി സെന്റ് കത്തീഡ്രൽ ഒരു വിശ്രമ കേന്ദ്രം തുറന്നിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ഒഴിപ്പിച്ചവരെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം സുരക്ഷാ വലയം 60 മീറ്ററാക്കി കുറയ്ക്കുകയും ചെയ്തു. ഭീഷണിയെ തുടർന്ന് അടച്ച പ്രദേശത്തെ എല്ലാ റോഡുകളും തുറന്നുകൊടുത്തിട്ടുണ്ട്. തുടർന്നും ഇവിടെ പോലീസ് നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ.
താമസ സൗകര്യം കണ്ടെത്താൻ കഴിയാനാകാതെ വിദേശ വിദ്യാർത്ഥികൾ രാത്രികളിൽ ക്യാമ്പസുകളിൽ കഴിച്ചുകൂട്ടുന്നു. യൂണിവേഴ്സിറ്റികൾക്ക് സമീപം താങ്ങാനാവുന്ന താമസ സൗകര്യങ്ങൾ കണ്ടെത്താൻ വിദ്യാർത്ഥികൾ പാടുപെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. യാത്രാ ചെലവ് ലാഭിക്കുന്നതിനായി യൂണിവേഴ്സിറ്റിയുടെ 24 മണിക്കൂർ പഠന സ്ഥലത്ത് സ്ഥിരമായി ഉറങ്ങാറുണ്ടെന്ന് ബംഗൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനിലെ നിത അംബ്രീൻ പറഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ പലപ്പോഴും കുടുംബത്തോടൊപ്പം എത്തുന്നതിനാൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകൾ ഇവർക്ക് അർഹതയില്ല. ഇത്തരം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളാണ് ഇത് കൂടുതൽ ബാധിച്ചതെന്ന് MS അംബ്രീൻ പറഞ്ഞു. ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനായി മൈക്രോവേവ്, കെറ്റിൽസ് എന്നിവയുള്ള ഒരു മുറി സ്റ്റുഡൻസ് യൂണിയൻ കഴിഞ്ഞ മാസം തുറന്നിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വെയിൽസിൽ 20,920 നോൺ EU ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.